ചൊല്ലിക്കോ. ഹരേ ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ആരോ ചൊല്ലിക്കോ മാതാജി, ആരും ചൊല്ലുന്നു, ചൊല്ലിക്കോ. ഹരേ ഹരേ കൃഷ്ണ. ഓം ഭഗവതേ വാസുദേവായ. അധ്യായം 7. ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതാജി അതല്ല ശ്ലോകം ചൊല്ലാനല്ലേ പറഞ്ഞു. ഹരേ കൃഷ്ണ ഇത് ചൊല്ലാൻ പറഞ്ഞോ? ഓക്കെ, കുഴപ്പമില്ല. ചൊല്ലിക്കോ ചൊല്ലിക്കോ. ഓക്കെ, സോറി. ചൊല്ലണോ? ചൊല്ലിക്കോ മാതാജി. ശ്ലോകം 49. ഇല്ല, 50 അല്ലേ? 50 ശ്ലോകം 50. നകുല സഹദേവശ്ച വിയുദ്ധാനോ ധനഞ്ജയ ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയാശ്ച യോഷിതാഹ. വിവർത്തനം. ശ്രീല പ്രഭുപാദകി ജി. നകുലനും സഹദേവനും രാജാവിന്റെ ഇളയ ഭ്രാതാക്കൾ. സാത്വികിയും അർജുനനും ദേവകീനന്ദനായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനും സ്ത്രീജനങ്ങളും മറ്റുള്ളവരുമെല്ലാം രാജാവിനോട് ഐക്യകണ്ഠേന യോജിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മിൻ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോൻ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവംശ ശ്രീരൂപം സഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ. ചോദ്യം പഠിപ്പിക്കണ്ടോ? ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരഗദാമതായ നഗരഗ്രാമതാരിണേ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത. നിഗമകൽപതരുർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി വൈഷ്ണവി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീ പരമാനന്ദ മാധവം ശ്രീഗുരും ദീനതാരിണം. മദ്ദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ഠാരക മദ്ഭാഗ്യ മദാനന്ദ നമസ്തുതേ. ग्रंथराज श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरि हरि बोल. कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः.
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. അന്താരാഷ്ട്ര കൃഷ്ണബോധ മാംഗ്ലൂരു ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി കൃഷ്ണ പ്രണാമം. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മള് ഒന്നാമത്തെ സ്കന്ധം അധ്യായം 18 ശ്ലോകം 31 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജാവ് പരീക്ഷത്ത് കോപത്തില് മരിച്ച പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു. പിന്നീട് അത് ശരിയായ പ്രവൃത്തിയായിരുന്നു എന്ന് അദ്ദേഹം സംശയിക്കുന്നതാണ്. ശ്രീ വിശ്വനാഥ ചക്രവർത്തിയുടെ അഭിപ്രായത്തിൽ സംഭവങ്ങൾ ഇപ്രകാരം ആസൂത്രണം ചെയ്തത് ഭഗവാന്റെ ഇച്ഛയാലായിരുന്നു. മാത്രമല്ല മോഹഭംഗം ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും ഭഗവത് ഇച്ഛയാലായിരുന്നു. ദുഷ്കൃതമെന്നും വിശേഷിക്കപ്പെടുന്ന രാജാവിന്റെ പ്രവൃത്തിയാൽ കലിയുഗത്തിന്റെ പ്രഭാവത്തിലകപ്പെട്ട അവിവേകിയായ ബ്രാഹ്മണപുത്രൻ രാജാവിനെ ശപിക്കണമെന്നും അപ്രകാരം രാജാവ് പരനന്മയ്ക്കായി സ്വരാജ്യവും കുടുംബവും ഉപേക്ഷിക്കണമെന്നുമായിരുന്നു പദ്ധതി. എന്താണ് അവിവേകിയായ ബ്രാഹ്മണപുത്രന് എല്ലാവിധ ബാലനായിരുന്നു, പക്ഷെ എല്ലാവിധ കഴിവുകളും അച്ഛനായ ശമീക ഋഷിയിൽ നിന്ന് അഭ്യസിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ആരെയും ശപിക്കാനും എല്ലാത്തിനുമുള്ള കഴിവ്, ബ്രാഹ്മണ കുലത്തിനനുസരിച്ചുള്ള എല്ലാ കഴിവുകളും ശൃംഗന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സംഘം നല്ലതല്ലായിരുന്നു. കൂട്ടുകാര് പറഞ്ഞതനുസരിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയണ, കലിയുഗത്തിന്റെ പ്രഭാവത്തിൽ അകപ്പെട്ട അവിവേകിയായ ബ്രാഹ്മണപുത്രന് എന്തും സഹിക്കാനും ക്ഷമിക്കാനുമുള്ളവരാണ് ബ്രാഹ്മണര്. പക്ഷെ ഇവിടെ വിവേകം നശിച്ച അവിവേകിയായി, അതായത് മറ്റു കൂട്ടുകാരില് നല്ല സംഘം കിട്ടാത്തത് കൊണ്ട് അവിവേകിയായ ബ്രാഹ്മണപുത്രൻ രാജാവിനെ ശപിക്കണമെന്നും, അപ്പൊ ചെറിയ ബാലനാണ് രാജാവാണ് അത് ചെയ്തത് എന്ന് അറിഞ്ഞു എന്നതിന് മുമ്പ് അറിഞ്ഞിട്ട് അത് രാജാവ് എന്താണ് രാജ്യത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്തുകൂടാ. അദ്ദേഹത്തിന് അത് അന്വേഷിച്ച് അത് ശരിയായി പിതാവിനോട് കൂടി ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രവൃത്തി തിരിച്ചു ചെയ്യാം എന്ന് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് വിവേകം നശിച്ച ബ്രാഹ്മണപുത്രൻ രാജാവിനെ ശപിക്കണമെന്നും അപ്രകാരം രാജാവ് പരനന്മയ്ക്കായി സ്വരാജ്യവും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം രാജ്യവും കുടുംബവും ഉപേക്ഷിക്കണമെന്നുമായിരുന്നു ഭഗവാന്റെ പദ്ധതി. ശ്രീ സുഖദേവ ഗോസ്വാമിയുമായുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ ബന്ധം ഭഗവാന്റെ ഗ്രന്ഥ അവതാരം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹത്തായ ശ്രീമദ് ഭാഗവത അവതരണം സാധ്യമാക്കി തീർക്കും. ഭഗവാന്റെ ഗ്രന്ഥാവതാരം, അതായത് ശ്രീമദ് ഭാഗവതം, അദ്ദേഹത്തിന്റെ ഹൃദയാപഹാരിയായ അനേകം അതീന്ദ്രിയ ലീലകളെ കുറിച്ചുള്ള, നമ്മുടെ ഹൃദയങ്ങളെ അപഹരിക്കുന്ന തരത്തിലുള്ള ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ചുള്ള, വ്രജഭൂമിയിലെ കന്യകമാരോടൊത്തുള്ള, ആത്മീയ ഗോപകന്യകമാരോടൊത്തുള്ള അദ്ദേഹത്തിന്റെ രാസലീല പോലുള്ള മനോമോഹനമായ നിരവധി അതീന്ദ്രിയ ലീലകളെ കുറിച്ചുള്ള വർണ്ണന നൽകുന്നു. അതാണ് ഭാഗവതത്തില് അതീന്ദ്രിയ ലീലകളെ കുറിച്ച് 10ാം സ്കന്ധത്തിൽ പറയുന്നത്. ഭഗവാന്റെ ഈ സവിശേഷമായ ലീലയ്ക്ക് പ്രത്യേകമായ പ്രാമുഖ്യമുണ്ട്. ഭഗവാന്റെ പ്രേമരസം ആണ് എല്ലാവരും നുകരുന്നത്. എന്തെന്നാൽ ഈ സവിശേഷമായ ലീല ഉചിതമായ രീതിയിൽ ഗ്രഹിക്കുന്ന ഒരുവൻ, ശരിക്കും ഭൗതികമായ രീതിയിലല്ല അതീന്ദ്രിയ ലീലയാണെന്ന് കരുതി ഗ്രഹിക്കുന്ന ഒരുവൻ നിശ്ചയമായും ലൗകികമായ ലൈംഗികാസക്തിയിൽ നിന്ന് പിന്തിരിയുകയും മഹോന്നതവും മനോജ്ഞ ഗംഭീരവുമായ ഭക്തിയുത സേവന പാതയിൽ നിവിഷ്ടനാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഭഗവാന്റെ ആ പ്രേമരസത്തിൽ ഭഗവാന് ലഭിച്ചാൽ പിന്നെ ഭൗതിക സുഖത്തിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് അത് ശരിയായി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അവർ ഭഗവാന്റെ പിന്നാലെ പോകും, അത് ശരിയായ രീതിയിൽ ഗ്രഹിച്ചാല്.
ശുദ്ധഭക്തന്റെ ലൗകികമായ മോഹഭംഗം ഭക്തനെ ഉന്നതമായ അതീന്ദ്രിയ പദവിയിലേക്ക് ഉന്നമിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാകുന്നു. അതിനാണ് ഭാഗവതത്തിന്റെ അവസാന ഭാഗങ്ങളുള്ളത്. പിതൃ സഹോദര പുത്രന്മാരുടെ, അതായത് കൗരവരുടെ ഉപജാപം ഹേതുവാക്കി ഭഗവാൻ പാണ്ഡവരെ മോഹഭംഗങ്ങളിൽ അകപ്പെടുത്തുകയും അപ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിന് നാന്ദി കുറിക്കുകയും ചെയ്തു. ഭഗവാൻ തന്നെയാണ് കൗരവരുമായിട്ടുള്ള ഉപജാത ഹേതുവാക്കിയിട്ട് പാണ്ഡവരെ മോഹഭംഗത്തിൽ പെടുത്തിയിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് നാന്ദി കുറിച്ചത്. ഇത് വൈഷ്ണവായി നാന്ദി മാത്രം അല്ല, നാദി എന്ന് പറഞ്ഞ നാന്ദി കുറിക്കുക എന്ന് വെച്ചാല് അത് തുടക്കം കുറിക്കുക. തുടക്കമല്ലേ മാതാജി? തുടക്കം തുടക്കം കുറിക്കും. തുടക്കം കുറിക്കുക. തുടക്കം. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. ഇത് ശബ്ദരൂപത്തിലുള്ള ഭഗവത് അവതാരമായ ഭഗവത്ഗീത ഉപദേശിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ആ യുദ്ധം നടന്നതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഭഗവത്ഗീത എല്ലാവർക്കും ലഭിക്കുക. അർജുനനെ സാക്ഷിയാക്കിക്കൊണ്ട് ഭഗവത്ഗീത സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഭഗവാന്റെ ലക്ഷ്യമായിരുന്നു അവിടെ സാധൂകരിക്കപ്പെട്ടത്. അപ്രകാരം പരീക്ഷിത മഹാരാജാവിനെ അസുന്ദരമായ അവസ്ഥയിലാക്കിക്കൊണ്ട്, ആ സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ സ്വതമായി അവിടെ തോന്നിപ്പിച്ചതാണ്. അതാണ് അസുന്ദരമായ അവസ്ഥയിലാക്കിക്കൊണ്ട് ഭഗവത് ഇച്ഛയാൽ ശ്രീമദ് ഭാഗവതം സൃഷ്ടിക്കപ്പെട്ടു. വിശപ്പും ദാഹവും കൊണ്ട് പരിക്ഷീണനായത് വെറും പ്രകടനം മാത്രമായിരുന്നു, ഭഗവാന്റെ ഒരു ലീല മാത്രമായിരുന്നു. എന്തെന്നാൽ മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ പോലും രാജാവ് ഇതിലധികം സഹിച്ചു. രാജാവ് ഒരു നേരിയ വിശപ്പും ദാഹവും സഹിക്കുന്നതിനേക്കാൾ അധികം മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ ഇതിലധികം സഹിച്ചു. എങ്ങനെ? ദ്രോണപുത്ര കൊല്ലാൻ ദ്രോണപുത്രന്റെ ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂട് വെറും കരിഞ്ഞു പോയതായിരുന്നു അല്ലെ. രാജാവ് ഇതിലധികം സഹിച്ചു. അപ്പൊ ഇതൊന്നും സഹിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിന് ഒരു ശീലമാണ്. എന്തെന്നാൽ മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ പോലും രാജാവ് ഇതിലധികം സഹിച്ചു. അശുദ്ധമാവിനാൽ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രത്തിന്റെ അതികഠിനമായ താപത്താൽ പോലും അദ്ദേഹം ഒരിക്കലും ആകുലപ്പെട്ടതേയില്ല. രാജാവിന്റെ ക്ലേശകരമായ അവസ്ഥ നിശ്ചയമായും അഭൂതപൂർവമായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു പേര് തന്നെ? വിഷ്ണുരാധ. വിഷ്ണുരാധ എന്നായിരുന്നു ആദ്യത്തെ പേര്. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ ഇതൊന്നും ആ ഭക്തന് ഒരു വിശപ്പും ദാഹവും, നിസ്സാരമായ വിശപ്പും ദാഹവും ഒന്നും ഒരു കാര്യമേ അല്ല ദേഷ്യം വരാനായിട്ട്. അപ്പൊ പക്ഷെ ഇതൊരു ഭഗവാന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. രാജാവിന്റെ ക്ലേശകരമായ അവസ്ഥ നിശ്ചയമായി അഭൂതപൂർവമായിരുന്നു. പരീക്ഷിത മഹാരാജാവിനെ പോലുള്ള മഹാഭക്തർ ഭഗവത് ഇച്ഛയാൽ അത്തരം ദുരിതങ്ങളെ സഹിക്കാൻ തക്കവിധം ശക്തരാണ്. മാത്രമല്ല അവർ ഒരിക്കലും സംഭ്രാന്തരാകുന്നില്ല. ആകയാൽ എല്ലാ സാഹചര്യങ്ങളും ഭഗവാനാൽ ആസൂത്രണം ചെയ്യപ്പെട്ടതായിരുന്നു. ഒരിക്കലും അവര് സംഭ്രാന്തത, ശരിക്ക് ബോധം മറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയല്ല, സാധാരണക്കാരെ പോലെയല്ല അദ്ദേഹം. ശ്ലോകം 32. ഓം നമോ ഭഗവതേ വാസുദേവായ തസ്യ പുത്രോതി തേജസ്വി വിഹരൻ ബാലഗോർഭഗൈ രാജ്ഞാഖം പ്രാപിതം താദം സുത്വാ തദേദമബ്രവീത്. തസ്യ മുനിയുടെ, ഏത് മുനിയാണ്? ശമീകമുനി. പുത്രഃ അതി വളരെ തേജസ്വി, അതിതേജസ്വിയായിരുന്നു. വിഹരൻ വേളയിൽ, അതായത് ഒരു ബാലകനാണ്. ബാലകന്മാരോടൊപ്പം. അർഭഗൈ വിശമായ പ്രവൃത്തമുള്ളവർ. രാജ്ഞ അഖം ദുഃഖമുളവാക്കുന്ന സംഭവം. പ്രാപിതം താതം അവന് ശ്രുത്വ തത്ര ഇതം ഇപ്രകാരം അബ്രവീത് സംസാരിച്ചു. ഇത് കേട്ട വഴിക്ക് സംസാരിച്ചു. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുവാദ് ജയ് ശിലപ്രഭുവാദ്. ഒരു ബ്രാഹ്മണപുത്രനാകയാൽ മുനിയുടെ പുത്രൻ മഹാ തേജസ്വിയായിരുന്നു. ബ്രാഹ്മണപുത്രനാണ്,
തേജസ്വിയാകാന്ന് വെച്ചാൽ ജ്ഞാനിയായിരുന്നു. ആ ജ്ഞാനം കൊണ്ട് തന്നെ ബ്രാഹ്മണനാണ്. അപ്പൊ അതുകൊണ്ട് മഹാ തേജസ്വിയായിരുന്നു. അവിവേകികളും ബാലിശ പ്രകൃതരുമായ ബാലന്മാരോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക. അതാണ് സത്സംഗം ഇല്ലായിരുന്നു. എങ്ങനെയുള്ളവരായിരുന്നു കൂട്ട്? ബാലിശ പ്രകൃതരുമായ ബാലന്മാര്, അവിവേകികളും ബാലിശ പ്രകൃതരുമായ ബാലന്മാരോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ രാജാവിനാൽ തൻ്റെ പിതാവിന് അനുഭവിക്കേണ്ടി വന്ന കൊടിയ ദുരിതത്തെക്കുറിച്ച് ശ്രമിക്കുകയോ അനന്തരം ആ ബാലൻ ഇപ്രകാരം സംസാരിക്കുകയും ചെയ്യുന്നു. അത് രാജാവിനാൽ തൻ്റെ പിതാവിനെ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ദുരിതത്തെക്കുറിച്ച് ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടത്. കേട്ട വഴിക്ക് ബാലൻ ഇപ്രകാരം സംസാരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ജയശ്രീല പ്രഭുവാദ്. പരീക്ഷിത മഹാരാജാവിന്റെ സദ്ഭരണത്താൽ മറ്റ് അവിവേകികളായ ബാലന്മാരോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പിഞ്ചു ബാലന് പോലും യോഗ്യനായ ഒരു ബ്രാഹ്മണന്റെ അത്രത്തോളം ശക്തനായി തീരാൻ കഴിയും. അപ്പൊ ശരിക്കും എല്ലാവിധ അറിവുകളും പരീക്ഷിത മഹാരാജാവിന്റെ കാലത്ത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടേതായ കഴിവും അറിവുകളും ഉണ്ടായിരുന്നു. ഈ ബാലൻ ശൃംഗി എന്നറിയപ്പെട്ടിരുന്നു. മാത്രവുമല്ല ആ ബാലൻ പിതാവിൽ നിന്നും ബ്രഹ്മചര്യ വ്രതത്തിൽ നല്ല പരിശീലനം സിദ്ധിച്ചവനുമായിരുന്നു. നന്നായി പരിശീലനം സിദ്ധിച്ച ബാലനായിരുന്നു. ആകയാൽ ആ പിഞ്ചു പ്രായത്തിൽ പോലും അവന് അതിതേജസ്വിയാകാൻ കഴിഞ്ഞിരുന്നു. എല്ലാവിധ പഠനവും പിതാവിൽ നിന്ന് പൂർത്തിയാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ആ പിഞ്ചു പ്രായത്തിൽ പോലും അവൻ അതിതേജസ്വിയാകാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കലിയുഗം 4 വർണ്ണാശ്രമങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിക്കാൻ ഒരവസരം അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ കലിയുടെ പ്രഭാവമാണ് 4 വർണ്ണാശ്രമങ്ങൾ. എന്തൊക്കെയാണ്? ബ്രഹ്മചര്യം, സന്യാസം. അങ്ങനെ കലിയുഗം 4 വർണ്ണാശ്രമങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിക്കാൻ ഒരവസരം അന്വേഷിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ അവിവേകിയായ ബാലൻ, ബ്രഹ്മാശ്രമത്തെ ബ്രാഹ്മണ കുലജാതനായ അവിവേകിയായ ബാലൻ കലിയുഗത്തിന് വൈദിക സംസ്കാരത്തിന്റെ പ്രവർത്തന തലങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരവസരം നൽകി. കലിയുഗം അപ്പോഴാണ് വൈദിക സംസ്കാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരവസരം ലഭിച്ചത്. അതിനു മുമ്പ് കലിക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചില്ല. അതായത് ബ്രാഹ്മണരെ ആ സംസ്കാര പാരമ്പര്യം കുറയ്ക്കാനായിട്ട് കലിക്ക് സാധിച്ചു. അങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരവസരം കലിക്ക് ലഭിച്ചു. കലിയുടെ സ്വാധീനത്താൽ താഴ്ന്ന കുലങ്ങളോടുള്ള വെറുപ്പ് ഈ ബ്രാഹ്മണ ബാലനിൽ നിന്നും ആരംഭിച്ചു. അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരായാലും ശൂദ്രരായാലും അതിനനുസരിച്ച് അവരുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് അവർ കർമ്മം ചെയ്തിരുന്നതോ മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത്. ബ്രാഹ്മണരെപ്പോഴും തത്വങ്ങളും വേദങ്ങളും പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതായിരുന്നു അവരുടെ സംസ്കാരം. ക്ഷത്രിയരാണെങ്കിൽ ശത്രുക്കളെ സംഹരിക്കുക, സമൂഹത്തെ രക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു ക്ഷത്രിയര്. വൈശ്യരാണെങ്കിൽ കുലത്തൊഴിലായ കച്ചവടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവര് നടത്തിപ്പോന്നു. ശൂദ്രരാണെങ്കിൽ സമൂഹത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അല്ലാതെ ജാതി പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കലിയുടെ സ്വാധീനത്താൽ താഴ്ന്ന കുലങ്ങളോടുള്ള വെറുപ്പ്, ഇവിടെ ബ്രാഹ്മണനാണ് ഞാൻ എന്നുള്ളൊരു അഹങ്കാരത്തോടെയാണ് ശൃംഗി ക്ഷത്രിയനായ രാജാവിനെ ശപിച്ചത്. അത് ആരുടെ പ്രഭാവമാണ്? കലിയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത്. അപ്പൊ അവിടെ എന്താണ്, കലിക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം കിട്ടി. കലിയുഗമാണ്. അപ്പൊ കലിക്ക് പ്രവേശിക്കുക തന്നെ വേണം. അപ്പൊ പ്രവേശിക്കാനുള്ള ഒരു അവസരം നൽകി കലിയുടെ സ്വാധീനം. എന്നാൽ നമ്മുടെ പരീക്ഷിത മഹാരാജാവിന്റെ കാലത്ത് ഒരിടത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കലിക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ ശൃംഗി ആണ് ആ ഒരു
താഴ്ന്ന കുലങ്ങളോടുള്ള വെറുപ്പ് ഈ ബ്രാഹ്മണ ബാലനിൽ നിന്നും ആരംഭിച്ചു. അപ്രകാരം സംസ്കാര ജീവിതം ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി. ആ സംസ്കാര പാരമ്പര്യം മാറാൻ തുടങ്ങി. ബ്രാഹ്മണീയ അനീതിയുടെ ആദ്യ ഇര പരീക്ഷിത് മഹാരാജാവായിരുന്നു. ബ്രാഹ്മണര് അപ്പൊ എന്തായി? അഹങ്കാരികളായി തീർന്നു. ഞങ്ങളെ കഴിഞ്ഞേ ബാക്കിയുള്ളവരുള്ളൂ, മറ്റുള്ളവരെ വേദം പഠിക്കാൻ പാടില്ല, അവർക്ക് അവരുടെ കുലത്തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ തുടങ്ങിയ അനീതി ഉണ്ടായിരുന്നു. അപ്പൊ കലിയുടെ കടന്നാക്രമണത്തിനെതിരെ രാജാവ് നൽകി പോന്നിരുന്ന സംരക്ഷണം ഇങ്ങനെ ശിഥിലമായി. ശ്ലോകം 33. അഹോ അധർമ്മ പാലാനാം പീവ്നാം ബലിഭുജാമിവ സ്വാമിന്യഖം യദ്ധാസാനം ദ്വാരപാനാം സുനാമിവ. അഹോ വീക്ഷിച്ചാലും വീക്ഷിച്ചാലും അധർമ്മ ധർമ്മം പാലാനാം ഭരണാധിപന്മാരുടെ പീവ്നാം നടത്തിയ ഒരുവന്റെ ബലിഭുജം കളെ പോലെ ഇവം പോലെ സ്വാമിനി യജമാനന് അഖം പാപം യത് എന്താകുന്നു? ദാസാനാം സേവകരുടെ ദ്വാരപാനാം നിൽക്കുന്ന ശൂനാം കളെ പോലെ. അഹോ അധർമ്മ പാലാനാം പീവ്നാം ബലി ഭുജാമിഹ സ്വാമിന്യഖം യദ്ദാസാനം ദ്വാരപാനാം ശുനാമിവ. വിവർത്തനം ഭാവാർത്ഥം. ശിലപ്രഭുവാദ്. ജയ് ശിലപ്രഭുവാദ്. ബ്രാഹ്മണപുത്രനായ ശൃംഗി പറഞ്ഞു, ഹേ കാക്കകളെയും വീട്ടുപടിക്കൽ കാവൽ നിൽക്കുന്ന ശ്വാനന്മാരെയും പോലുള്ള ഭരണാധികാരികളുടെ പാപങ്ങളെ വീക്ഷിച്ചാലും, അതാണ് കേട്ട് പ്രവൃത്തിയില് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ നാവാണ് നമ്മളെ ഇത് ചെയ്യുക. എന്താ പറഞ്ഞത്? ഹേ കാക്കകളെയും വീട്ടുപടിക്കൽ കാവൽ നിൽക്കുന്ന ശ്വാനന്മാരെയും പോലുള്ള ഭരണാധികാരികളുടെ പാപങ്ങളെ വീക്ഷിച്ചാലും അവര് ഇത്രയധികം അഹങ്കാരികളായി തീർന്നോ? കാക്കകളെ പോലെ, അതേപോലെ വീട്ടുപടിക്കൽ നിൽക്കുന്ന ശ്വാനന്മാരെ പോലെയുള്ള ഭരണാധികാരികളെ വീക്ഷിച്ചാലും അവരുടെ പാപങ്ങളെ വീക്ഷിച്ചാലും സേവകന്മാർ പാലിക്കേണ്ട അഥവാ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്ക് വിപര്യമായി അവർ യജമാനന്മാർക്കെതിരായി അരുതാത്ത പാപങ്ങൾ ചെയ്യുന്നു. അവര് ക്ഷത്രിയരാണ്. അവര് വീട്ടുപടിക്കൽ നിൽക്കുന്ന നായ്ക്കളെ പോലെയുള്ളവരാണ്. അവര് എന്ത് വേണം? നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്ക് വിപര്യമായി അവർ യജമാനന്മാർക്കെതിരായി, ബ്രാഹ്മണർക്കെതിരായി അവർ തിരിയാനായിട്ട് അതിനുള്ള കഴിവ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിക്കണം. അരുതാത്ത പാപങ്ങൾ ചെയ്യുന്നു. ഭാവാർത്ഥം. ബ്രാഹ്മണരെ സമൂഹത്തിന്റെ ശിരസും ബുദ്ധിയുമായും ക്ഷത്രിയരെ സമൂഹമാകുന്ന ശരീരത്തിന്റെ ബാഹുക്കളായും കരുതപ്പെടുന്നു. ബ്രാഹ്മണരെ എന്തായിട്ട്? ശിരസ് ബുദ്ധിയുമായും, ക്ഷത്രിയരെ സമൂഹമാകുന്ന ശരീരത്തിന്റെ ബാഹുക്കള്, സംരക്ഷണ ചുമതലയാണ് അവർക്കുള്ളത്. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അഥവാ അപകടങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കാൻ കരങ്ങൾ ആവശ്യമായി വരുന്നു. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും തടുക്കുക. നമ്മൾ തടുത്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും നമ്മുടെ നേർക്ക് വന്നാൽ അത് കൈകൊണ്ട് തടുക്കും. എന്നാൽ കൈകൾ നിശ്ചയമായും ശിരസിന്റെയും ബുദ്ധിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ബ്രാഹ്മണരാണ് ഇപ്പൊ ഒരു യുദ്ധം വേണം എന്നുണ്ടെങ്കിൽ ക്ഷത്രിയർ എന്ത് ചെയ്യും? ബ്രാഹ്മണരെ വിളിച്ചു വരുത്തും. ഗുരുക്കന്മാര്, അവര് ഗുരുക്കന്മാരാണ്. ആ ഗുരു കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാവും, രാജഗുരുക്കന്മാരുണ്ടാവും. അവരെ വിളിച്ചു വരുത്തി അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. അതാണ് അതിൻ്റെ രീതി. പക്ഷേ അങ്ങനെയുള്ള അപ്പൊ അത് എന്താണ്? കൈകളായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷത്രിയര് നിശ്ചയമായും ശിരസിന്റെയും ബുദ്ധിയുടെയും നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ മനസ്സ് പറയാണ്ട് നമ്മുടെ കൈകൾ ചലിക്കില്ല, അല്ലെ? അതുപോലെ ഭഗവാന്റെ ഒരു നോട്ടം നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗവും ചലിക്കുക. ഇപ്പൊ നമ്മൾ രാത്രി കിടന്നുറങ്ങണം, നമ്മുടെ ശരീരമെല്ലാം മൃതപ്രായമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ്. പെട്ടെന്ന് നമുക്കൊരു ഉൾവിളി വന്നാൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് ഒരു വിളി വരണം. അതായത് പരമാത്മാ രൂപത്തിൽ പരമാത്മാവ് ജീവാത്മാവിനോട് പറയണം,
അല്ലെ, എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ എന്താണ്, കൈകൾ നിശ്ചയമായും ശിരസിന്റെയും ബുദ്ധിയുടെയും നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്താണ് ബോധം നഷ്ടപ്പെട്ട ഭ്രാന്തന്മാരൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ എന്ത് വ്രണങ്ങൾ ഇത് വന്നാലും ഈച്ച വന്നാലും പല്ല് വന്നാലും പാറ്റ് വന്നാലും ഒന്നും അവര് ശരീരത്തെ, അതേപോലെ ഉറുമ്പൊക്കെ അരിച്ചാലും അവർക്ക് അവരുടെ കൈ കാണുന്നുണ്ടാവും അത്, പക്ഷെ അവർക്ക് എന്തായിട്ട് ബന്ധമില്ല, ബുദ്ധി ആയിട്ട് ബന്ധമില്ല, അവരുടെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ എന്ത് ഇതുകൾ വന്നിരുന്നാലും അവർക്ക് അതിനെ കൈകൊണ്ട് തൂത്ത് കളയാനായിട്ട് മനസ്സ് തോന്നിപ്പിക്കില്ല. മനസ്സ് തോന്നിപ്പിച്ച് അല്ലെ ആ ബുദ്ധി അവരോട് ആ കൈകളോട് ആജ്ഞ കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് അത് കൈകൊണ്ട് പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്. ഭ്രാന്തന്മാരൊക്കെ ഇങ്ങനെ തുണിയൊക്കെ അഴിഞ്ഞു പോയാലും അവർക്കത് ഉടുക്കണമെന്ന് തോന്നാറില്ല. എന്താണ്, കയ്യുണ്ട് കാലും ഉണ്ട്, പക്ഷെ അവർക്ക് അത് ഉടുക്കാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? അവരുടെ മനസ്സ് ശിഥിലമായി പോയി. അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് കൈകൾക്ക് ഏകോപനം കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ പറയണേ, ശിരസിന്റെയും ബുദ്ധിയുടെയും നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. പരമപുരുഷന്റെ പരമമായ കൽപ്പന പ്രകാരം സൃഷ്ടിക്കപ്പെട്ട സ്വാഭാവികമായ സംവിധാനമാണത്. ഇതെല്ലാം ഭഗവാൻ അത് എത്ര കൃത്യമായിട്ടാണ് ഓരോന്നും ചെയ്തു വച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഭഗവത്ഗീതയിൽ ഇപ്രകാരം സ്ഥിരീകരിച്ചിരിക്കുന്നു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണവ്യവസ്ഥയിലുള്ളവർ അവരവരുടേതായ ഗുണത്തിനും കർമ്മത്തിനും അനുസരണമായി. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്താ? ഗുണത്തിന്, ഗുണകർമ്മ വിഭാഗശോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണത്തിനും കർമ്മത്തിനും അനുസരണമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഒരു ഡോക്ടറുടെ പുത്രന് ഒരു നല്ല ഡോക്ടറായി തീരാനുള്ള എല്ലാ അവസരങ്ങളും ഉള്ളതുപോലെ ഒരു ബ്രാഹ്മണ പുത്രന് പിതാവിന്റെ നിർദ്ദേശത്തിന് കീഴിൽ ഒരു നല്ല യോഗ്യനായ ബ്രാഹ്മണനായി തീരാനുള്ള സുവർണ അവസരമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം കൊണ്ടായിരിക്കാം നമ്മൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ജനിക്കുന്നത് തന്നെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അച്ഛൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് നല്ലൊരു ബ്രാഹ്മണനായി തീരാൻ, യോഗ്യനായ ബ്രാഹ്മണനായി തീരാനുള്ള സുവർണാവസരമുണ്ട്. ആകയാൽ വർണ്ണവ്യവസ്ഥിതി തികച്ചും ശാസ്ത്രീയമാകുന്നു. എന്നിട്ട് അവിടുന്ന് എന്ത് വേണം? എല്ലാവരെയും സത്വഗുണത്തിലേക്ക് ഉയർത്താനുള്ള ഒരു കഴിവും ബ്രാഹ്മണനുണ്ടാവണം. അതാണ് വർണ്ണാശ്രമ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ അവര് മറ്റുള്ളവരെ മാറ്റി നിർത്താനുള്ളവരല്ല. എന്ത് ചെയ്യണം? രജോ ഗുണത്തിലുള്ളവരെയും തമോ ഗുണത്തിലുള്ളവരെയും പടിപടിയായി സത്വഗുണത്തിലേക്ക് ഉയർത്താനുള്ള ബാധ്യത ആർക്കുണ്ട്? ബ്രാഹ്മണർക്കുണ്ട്. അവര് മറ്റുള്ളവരെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്താനുള്ളതല്ല. ആകയാൽ വർണ്ണവ്യവസ്ഥ തികച്ചും ശാസ്ത്രീയമാകുന്നു. ആകയാൽ പുത്രൻ നിശ്ചയമായും പിതാവിന്റെ യോഗ്യത മുതലെടുത്ത് ബ്രാഹ്മണനോ ഡോക്ടറോ ആയിത്തീരേണ്ടതാണ്. വേണ്ട യോഗ്യത ഇല്ലാത്ത പക്ഷം ഒരുവിനെ ഡോക്ടറോ ബ്രാഹ്മണനോ ആയിത്തീരാൻ കഴിയില്ല. എല്ലാ ഡോക്ടർമാരുടെ മക്കളും ഡോക്ടറാവില്ല, എല്ലാ എഞ്ചിനീയേഴ്സിന്റെ മക്കളും എഞ്ചിനീയർ ആവില്ല. എങ്ങനെയാണ്? ആ ഗുണം ലഭിക്കണം. ആ ഗുണത്തിനനുസരിച്ച് ആണ്. അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ചില ഇടത്ത് എന്താണ്, ഡോക്ടർമാരെ ഭാര്യയും ഡോക്ടറായിരിക്കും, മക്കളും ഡോക്ടറായിരിക്കും, കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടികളും ഡോക്ടറായിരിക്കും. അങ്ങനെ എല്ലാവരും ഡോക്ടറായി തീരും. പക്ഷെ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ ഡോക്ടറായി തീരും എന്ന് പറയാനും സാധിക്കില്ല. ഗുണത്തിനനുസരിച്ച് എല്ലാ ധർമാനുശാസനങ്ങളുടെയും സാമൂഹ്യ വ്യവസ്ഥയുടെയും ദണ്ഡനിർണയമാണത്. ഇവിടെ ശൃംഗി ഒരു മഹാബ്രാഹ്മണന്റെ സർവയോഗ്യനായ പുത്രനാകിയാൽ ജന്മനാലും പരിശീലനത്തിലൂടെയും വേണ്ടതായ ബ്രാഹ്മണീയ തേജസ് പ്രാപ്തമാക്കി. ജന്മം കൊണ്ടും ബ്രാഹ്മണനായി. അതുപോലെ ശമീക മഹർഷി അത്രയും ഉത്കൃഷ്ടനായ ഒരു യോഗിയാണ്. അപ്പൊ പരിശീലനത്തിലൂടെയും ബ്രാഹ്മണീയ തേജസ് പ്രാപ്തമാക്കി. എന്നാൽ
അവൻ അവിവേകിയും ബാലിശപ്രകൃതനുമായ ബാലനാകയാൽ. അവിവേകിയായിരുന്നു. നല്ല സംഘത്തിലല്ല അവൻ ചെന്നത്. അവൻ അറിവൊക്കെ കിട്ടിയോടുകൂടി എന്തായി? വിവേകം നശിച്ചു. ജ്ഞാനമുണ്ട്, പക്ഷെ വിവേകമില്ല. ബാലിശപ്രകൃതനുമായ ബാലനാകയാൽ. പിന്നെയാണെന്നത് എന്ത് വേണം? പരിചയം വേണം. അതിന് പരിചയമില്ല. എന്താ കാരണം? കൂട്ടുകൂടിയിരുന്ന സത്സംഗമുള്ള അതുപോലെ ബാലനാണ് അല്ലെ? കുറച്ച് പ്രായമാവുമ്പോഴാണ് നമ്മൾക്ക് ഓരോന്ന് കണ്ടും കേട്ടും ഉള്ള വിവേകം കൂടുതലാവും. ഇത് ബാലനായ കുട്ടിയാണ്. ബാലനാകയാൽ പ്രബുദ്ധതയുടെ അഭാവം ഉണ്ടായിരുന്നു. കണ്ട് കേട്ട് പരിചയമുള്ള ആ തഴക്കവും പഴക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രബുദ്ധതയുടെ അഭാവം ഉണ്ടായിരുന്നു. കലിയുടെ പ്രഭാവത്താൽ. അപ്പൊ കലി അവനെ സ്വാധീനിച്ചു. ബ്രാഹ്മണപുത്രൻ ബ്രാഹ്മണീയ അധികാരത്തിൽ ഗർവുള്ളവനായി തീരുകയും പരീക്ഷിത മഹാരാജാവിനെ കാക്കകളോടും വീട്ടുകാവൽക്കാരായ ശ്വാനന്മാരോടും, ശ്വാനം എന്ന് വെച്ചാൽ എന്താ? നായ്ക്കളോടും തെറ്റായി താരതമ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയുള്ള വാക്കുകൾ കുട്ടിയുടെ വായിൽ നിന്ന് വന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും സദാ രാജ്യാതിർത്തികളിൽ തന്നെ ശ്രദ്ധയുറപ്പിച്ച് ജാഗരൂകനായി രാജ്യം ഭരിക്കുന്ന രാജാവ് എന്ന അർത്ഥത്തിൽ രാജാവ് നിശ്ചയമായും രാജ്യത്തിന്റെ കാവൽ നായ തന്നെയാകുന്നു. ആ പറഞ്ഞത് ശരി തന്നെ. എന്തുകൊണ്ടാണ്? എപ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധം, മറ്റ് ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനുമായി രാജ്യത്തിന്റെ അതിർത്തികളിൽ തന്നെ ശ്രദ്ധയുറപ്പിച്ച് ജാഗരൂകനായി രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരു കാവൽ നായ തന്നെയാകുന്നു. നമ്മുടെ വീടിനെ രാത്രി ഉറങ്ങാൻ പോലും കൂട്ടാക്കാതെ രാത്രി മുഴുവൻ ആ ഇരുട്ടിലൂടെ ആരെങ്കിലും നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന ശരിയായ ഒരു കാവൽ നായ. അതേസമയം ചിലരുണ്ട് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ടൊരു മൂലയിൽ പോയി കടന്ന് ഉറങ്ങുന്നവരും ഉണ്ട് കാവൽ നായ്ക്കള്. പക്ഷെ ഇവിടെ രാജാവ് നിശ്ചയമായും രാജ്യത്തിന്റെ കാവൽ നായ തന്നെയാകുന്നു. എന്നാൽ അദ്ദേഹത്തെ കാവൽ പട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് തികച്ചും സംസ്കാര ശൂന്യതയുടെ അടയാളമാകുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചവർക്ക് യാതൊരു വിവേകവുമില്ല. അപ്രകാരം സംസ്കാരത്തിന്റെ അഭാവമുള്ള ജന്മാവകാശത്തിന് അവർ പ്രാമുഖ്യം നൽകിയപ്പോൾ ബ്രാഹ്മണീയ അധികാരങ്ങളുടെ അധപ്പതനം അവിടെ ആരംഭിച്ചു. അപ്പോഴാണ് അതുവരെ എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് വിപരീതമായിട്ട് ബ്രാഹ്മണീയ അധികാരങ്ങള് അവര് അധികാരികളായി തീർന്നു. അവിടെ അധപ്പതനം അവരെ ആരംഭിച്ചു. ബ്രാഹ്മണ കുലത്തിന്റെ അധപ്പതനം കലിയുഗത്തിൽ ആരംഭിച്ചു. സാമൂഹ്യ വിന്യാസത്തിന്റെ ശിരസ് ബ്രാഹ്മണരാകയാൽ മറ്റെല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥിതികളും അധപ്പതിക്കാൻ തുടങ്ങി. പിന്നെ കലിയുഗത്തിൽ നമ്മൾ വളരെയധികം അവരുടെ അധപ്പതനം, വർണ്ണാശ്രമ വ്യവസ്ഥിതികളെ എത്രയും ബ്രാഹ്മണര് മറ്റുള്ളവരെ വളരെയധികം പിന്തള്ളാൻ തുടങ്ങി അല്ലെ? അവര് നടക്കുന്ന വഴിയില് ശൂദ്രര് ആ വഴിയിലേക്ക് വരാൻ പാടില്ല. അവരിത്ര അടി മാറി നിന്നിരിക്കണം. അതേപോലെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അങ്ങനെ ഓരോരോ ഇതുകൾ വന്നു തുടങ്ങി. വർണ്ണാശ്രമ വ്യവസ്ഥിതികളോ അധപ്പതിക്കാൻ തുടങ്ങി. നാം കണ്ടെത്തിയതുപോലെ അவ்விதം ശൃംഗിയുടെ പിതാവ് കാരണം ബ്രാഹ്മണീയ അധപ്പതനത്തിന്റെ ഈ ആരംഭം അത്യന്തം പരിതാപകരമായി തീർന്നു. ശ്ലോകം 34. സമയം കഴിഞ്ഞു. വാച്ഛകൽപതരുഭ്യശ്ച കൃതഭാസന്തുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ ഗുരുദേവ് की जय. निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्णा.